എൻ്റെ പ്രിയ വിദ്യാലയം ഹമദാനിയ അപ്പർ പ്രൈമറി സ്കൂൾ. ഒരുപാട് കാലം എഴുതി പതിഞ്ഞ പേര്. തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചു പോകുന്ന, ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ബാല്യം. ഏവരുടെയും ജീവിതത്തിലെ നല്ല കാലം. എൻ്റെ അത്രയേറെ പ്രിയപ്പെട്ട സ്കൂളിൻ്റെ ഓരോ ക്ലാസ് മുറിയും ഇന്നലെ എന്ന പോലെ ഞാൻ ഓർക്കുന്നു. അവിടുത്തെ ഓരോ ടീച്ചറിൻ്റെ സ്വരവും സ്നേഹശിക്ഷണങ്ങളും ഇന്നെൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നു. അവരോരോരുത്തരും നല്ല നല്ല ഓർമ്മകളാണ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. എൻ്റെ ഓരോ ക്ലാസ് ടീച്ചറും ഇന്നെൻ്റെ ഓർമ്മയിലുണ്ട്. അതിലിന്ന് നമ്മളോടൊപ്പമില്ലാത്ത പ്രധാന അധ്യാപകൻ ഇസ്മായിൽ മാഷും, ഞങ്ങളുടെ നാട്ടുകാരനും ആദ്യമായി സാമൂഹ്യ പാഠം പഠിപ്പിച്ച അബ്ദുക്കുഞ്ഞി മാഷും, 4ാം ക്ലാസ്സിൽ കണക്ക് വിഷയം പഠിപ്പിച്ച അഫ്സ ടീച്ചറും, എൻ്റെ 6ാം ക്ലാസ് ടീച്ചർ മേദിനി ടീച്ചറും ഓർമ്മയിൽ മറഞ്ഞത് മറക്കാനാവാത്ത വേദനിപ്പിക്കുന്ന ഒന്നാണ്. എന്നെ ആദ്യമായി ക്ലാസ് ലീഡറാക്കിയത് മേദിനി ടീച്ചറായിരുന്നു. ഹമദാനിയ സ്കൂളും ചുറ്റുപാടുകളും ഒരു കുഞ്ഞ് അവൻ്റെ വീടിനെയും വീട്ടുകാരെയും സ്നേഹിക്കുന്നത് പോലെ സ്നേഹിച്ചിരുന്ന എനിക്ക് ആ വിദ്യാലയ തിരുമുറ്റത്തെത്തണമെന്ന് അതിയായ ആഗ്രഹമുണ്ടെങ്കിലും മനസ്സിലൊരു വല്ലാത്ത വിങ്ങൽ അനുഭവപ്പെടുന്നു. എൻ്റെ വീടിനടുത്താണ് സ്കൂളെങ്കിലും 7ാം ക്ലാസ് കഴിഞ്ഞിറങ്ങിയ ശേഷം 1 or 2 തവണ മാത്രമാണ് ഞാൻ ആ സ്കൂളിൽ ചെന്നിട്ടുള്ളൂ. കാരണം ഞാനും എൻ്റെ കൂട്ടുകാരും സ്വന്തമാക്കിയിരുന്ന ക്ലാസ് മുറികളും സ്കൂൾ മുറ്റവും മറ്റുള്ള വിദ്യാർത്ഥികൾ കയ്യേറിയിരിക്കുന്നത് കാണുമ്പോഴുള്ള വിഷമം മാത്രമല്ല, എൻ്റെ കൂട്ടുകാർ കൂടെയില്ലല്ലോ എന്ന ചിന്തയും ഉണ്ടായിരുന്നു. എന്നാലും എൻ്റെ സ്കൂളിലേക്ക് മടങ്ങിയെത്താൻ എൻ്റെ അധ്യാപകരെയും എൻ്റെ സീനിയേഴ്സ്, ജൂനിയേഴ്സ് അവരെയും എൻ്റെ കൂട്ടുകാരെയും കാണാനും ഞങ്ങളുടെ ആ പഴയ കാലഘട്ടത്തെ വീണ്ടും കൊണ്ടുവരാനുമുള്ള ഒരവസരമായ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുമ്പോഴും ഒരുപാട് സന്തോഷമുണ്ട് അവിടെ എത്തിച്ചേരാൻ. എങ്കിലും മനസ്സിലൊരു വിങ്ങലുണ്ട്. അത് മറ്റൊന്നുമല്ല, ആ സ്കൂളിലെ എൻ്റെ പ്രിയ കൂട്ടുകാരി നസിയയെ ഞങ്ങൾക്കിനി കാണാനാവില്ല. ഒരിക്കലും മടങ്ങിയെത്താത്ത ലോകത്തേക്ക് അവൾ യാത്രയായി. 2ാം ക്ലാസ് മുതൽ തുടങ്ങിയ ആ ബന്ധം വളരെ ആഴമേറിയതായിരുന്നു. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ തൊട്ടടുത്ത് എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോകുമ്പോൾ നസിയ എൻ്റെ കൂടെ വീട്ടിലേക്ക് വരും. ഒരിക്കൽ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവളുടെ നിർബന്ധം സഹിക്കവയ്യാതെ അവളുടെ അമ്മയും ഞങ്ങളുടെ ടീച്ചറുമായ സുബൈദ ടീച്ചറും റഹീമ ടീച്ചറും ലൈല ടീച്ചറും കൂടി എൻ്റെ വീട്ടിൽ വന്ന് അപ്പച്ചനോടും അമ്മയോടും അനുവാദം വാങ്ങി അവളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ ഒരു ദിവസം ഞാനും നസിയയും കൂടി അവിടെ പാടത്തും പറമ്പിലുമൊക്കെ നടന്നതും അടുത്തുള്ള അവളുടെ ബന്ധുക്കളുടെ വീട്ടിൽ പോയതുമെല്ലാം ഞാൻ ഓർക്കാറുണ്ട്. അസുഖബാധിതയായ ശേഷം പലതവണ ഞാൻ അവളുടെ വീട്ടിൽ ചെന്ന് ഒരുപാട് നേരം സംസാരിച്ചിരിക്കാറുമുണ്ട്. എന്നെ ആദ്യമായി അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയ ആ വഴികളിലൂടെ ഒരു വിലാപയാത്രയായി അവളെ കൊണ്ടുപോയപ്പോൾ നിറകണ്ണുകളോടെ ഞാനും ബബിതയും നോക്കി നിന്ന ചിത്രം മായാതെ മനസ്സിൽ നിൽക്കുന്നു. ക്ലാസ്സിലെ എല്ലാവരും ഞങ്ങളുടെ കൂട്ടുകാരികളായിരുന്നപ്പോഴും ഞങ്ങൾ 3 പേരുമായിരുന്നു പ്രധാനികൾ. സ്കൂളിൽ എല്ലാവരും ഒത്തുചേരണം, എൻ്റെ വീട്ടിലേക്ക് ഒരു പ്രാവശ്യമെങ്കിലും വരണം എന്ന ആഗ്രഹം എല്ലായ്പ്പോഴും നസിയ എന്നോട് പറഞ്ഞിരുന്നു. അവൾ വിദേശത്തായിരിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം അവിടെ നടന്നിട്ടുണ്ട്. അതൊരു നഷ്ടമായിരുന്നെന്ന് അവൾ അന്ന് എന്നോട് പറഞ്ഞിരുന്നു. ഇനിയും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുന്ന ആ ഒരു സംഗമത്തിൽ നീയും ഇസ്മായിൽ മാഷും മേദിനി ടീച്ചറും ഹഫ്സ ടീച്ചറും അബ്ദുക്കുഞ്ഞു മാഷുമെല്ലാം ഞങ്ങൾക്കൊരു നഷ്ടം തന്നെയായിരിക്കും ഉറപ്പ്. എങ്കിലും കാത്തിരിക്കുന്നു. ഞങ്ങളെ ആദ്യമായി അക്ഷരാഭ്യാസം നടത്തി കൈപിടിച്ചുയർത്തിയ, ഇന്നും സ്നേഹത്തോടെ ഞങ്ങളെ ഓർക്കുന്ന അമൂല്യനിധികളായ ഞങ്ങളുടെ അധ്യാപകരെയും പ്രിയപ്പെട്ട സ്കൂളിനെയും ചുറ്റുപാടുകളെയും ഞങ്ങളോടൊപ്പം ആ സ്കൂളിൽ പഠിച്ച ഓരോരുത്തരെയും എൻ്റെ കൂട്ടുകാരെയും ആ വിദ്യാലയ തിരുമുറ്റത്ത് ഒരിക്കൽ കൂടി ഒരുമിച്ച് കാണാൻ. ഒത്തിരി സ്നേഹത്തോടെ, ജൂഡി.